ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളോട് പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ ഓർമ്മ വരുന്ന കാര്യം, നമുക്കറിയാം, തമിഴ്നാട് തീണ്ടായ്മ കൊഴുപ്പ് മുന്നണിയുടെ പ്രവർത്തനം ആരംഭിച്ചത് 2008-ലാണ്. 2008 ശേഷം ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം തമിഴ്നാട്ടിലെ അൺടച്ചബിളായിട്ടുള്ള അല്ലെങ്കിൽ അയിത്തക്കാരെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയ ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒട്ടേറെ പോരാട്ടങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ പോരാട്ടങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കാണാൻ കഴിയാത്ത പ്രത്യേകത നമ്മുടെ അൺടച്ചബിലിറ്റി ഇറാഡിക്കേഷൻ ഫ്രണ്ടിനുണ്ട്. ഈ സംഘടനയിൽ അണിനിരന്നിരിക്കുന്ന ആളുകൾ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട ആളുകളാണ്. അങ്ങനെ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ ചേർന്നുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന തീണ്ടായ്മയ്ക്കെതിരായിക്കൊണ്ട് ഒന്നിച്ചു നിന്ന് പോരാടുന്ന ഒരു സംഘടനയായി അൺടച്ചബിലിറ്റി ഇറാഡിക്കേഷൻ ഫണ്ട് മാറി എന്നുള്ളത് ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ടാക്കുന്ന കാര്യമാണ്. ദളിതുകളുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി അവർ മാത്രം സംഘടിക്കുക, ആദിവാസികളുടെ താല്പര്യം സംരക്ഷിക്കാൻ അവർ മാത്രം സംഘടിക്കുക, ഓരോ ജാതിയും ഓരോ മതങ്ങളും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി സംഘടിക്കുക എന്നതിൻ്റെ അപ്പുറത്ത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള ജാതി വ്യവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടം ഒരുമിച്ച് നിന്ന് നടത്തേണ്ടതാണ് എന്നുള്ള വലിയ ഒരു കടമയാണ് നമ്മുടെ തമിഴ്നാട്ടിലെ തീണ്ടായ്മ ഒഴിപ്പ് മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി എടുത്തു പറയാൻ വേണ്ടി കഴിയും. നമുക്ക് ഇന്ത്യയിൽ 4/1 വരുന്ന ജനത ദളിതുകളും ആദിവാസികളുമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ഇപ്പോൾ ഇന്ത്യ മാറി. ചൈനയെ മറികടന്നുകൊണ്ട് ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിയും. ഏകദേശം കണക്ക് പറഞ്ഞിരിക്കുന്ന 146 കോടി 38 ലക്ഷം ജനങ്ങളാണ്. 146 കോടി 38 ലക്ഷം ജനങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ട്. ആ 146 കോടി 38 ലക്ഷത്തിൽ 4/1 വരുന്നത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്. അപ്പോൾ ഇന്ത്യൻ പോപ്പുലേഷന് 4/1 വരുന്ന ഈ ജനവിഭാഗങ്ങൾ സ്വാതന്ത്ര്യം കിട്ടി 78 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും പലതരത്തിലുള്ള ദുരിതങ്ങൾക്ക്, പലതരത്തിലുള്ള അടിച്ചമർത്തലുകൾക്ക് എല്ലാം വിധേയരായി ജീവിക്കുക. ആ സമൂഹത്തെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നാം ഏറ്റെടുക്കുന്നത്. ഇന്ത്യയിലെ 4/1 വരുന്ന ജനതയുടെ മോചനം സാധ്യമാക്കാൻ വേണ്ടിയുള്ള പോരാട്ടം നമുക്കറിയാം, കേവലം ഏതെങ്കിലും ഒരു സംഘടന കൊണ്ടും മാത്രം കഴിയുന്ന ഒന്നല്ല. ഇന്ത്യയിലെ എല്ലാ പുരോഗമന ശക്തികളും യോജിച്ചുകൊണ്ടുള്ള പോരാട്ടം നടത്തിയെങ്കിൽ മാത്രമാണ് ഈ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയും. ഇന്ത്യയുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥ. ഇവിടെ മകേന്ദ്ര സഖാവ് സൂചിപ്പിക്കുകയുണ്ടായി. ജാതി വ്യവസ്ഥയുടെ ദുരന്തമാണ് ഇപ്പോഴും നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അതിന്റെ ദുരന്തം നാം തീർന്നു. അപ്പൊ ആ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ദുരന്തം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ജാതി വ്യവസ്ഥ തന്നെ ഇല്ലാതാകുന്ന ഒരു നാൾ വരണം. അപ്പൊ ജാതി വ്യവസ്ഥ ഇല്ലാതാകുന്ന ഒരു ദിവസം കൊണ്ട് വരുന്ന ഒന്നല്ല. കാരണം ജാതി വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമവും മറുഭാഗത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ജാതി വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുക, അതിനുവേണ്ടിയുള്ള ശക്തികൾ വലിയ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഈ ജാതി വ്യവസ്ഥയിലേക്ക് പോയത്? ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയവരുടെ ലക്ഷ്യം എന്താണ്? ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ആളുകളുടെ ലക്ഷ്യം മഹാഭൂരിപക്ഷത്തെയും തങ്ങൾക്ക് അടിച്ചമർത്താനുള്ള അവസരമുണ്ടാകും. അങ്ങനെ മഹാഭൂരിപക്ഷത്തെയും അടിച്ചമർത്താൻ വേണ്ടിയാണ് ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയത്. ആ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ആളുകൾ മോശക്കാരായിരുന്നു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖലയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മനുഷ്യ സമൂഹം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനേക്കാൾ വലിയ ഇന്റലിജൻസ് ആണ് ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ആളുകൾ
അവര് കണ്ടെത്തില്ല. കാരണം ജാതി വ്യവസ്ഥ ഉണ്ടാക്കി നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ആ വ്യവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും ഒരു ചെറിയ ന്യൂനപക്ഷത്തിന് സമൂഹത്തിന് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നു. ഭൂരിപക്ഷവും ദുരിതം പേര് ജീവിക്കുന്നു. തങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. അതാണ് ജാതി വ്യവസ്ഥയുടെ പ്രത്യേകത. ആ ജാതി വ്യവസ്ഥ ഉറപ്പിക്കണമെങ്കിൽ മഹാഭൂരിപക്ഷത്തിനും അക്ഷരവും അറിവും അധികാരവും സമ്പത്തും കൊടുക്കാൻ പാടില്ല. അക്ഷരം കൊടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അക്ഷരം കൊടുക്കാൻ പാടില്ല, അറിവ് കൊടുക്കാൻ പാടില്ല, അധികാരം കൊടുക്കാൻ പാടില്ല, സമ്പത്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ അക്ഷരവും അറിവും അധികാരവും എല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ അവർ തങ്ങളുടെ നില എന്താണ് അല്ലെങ്കിൽ സ്ഥിതി എന്താണ് തിരിച്ചറിയും. ആ സാമൂഹ്യ വ്യവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിക്കുക. അതുകൊണ്ടാണ് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ശൂദ്രന് അക്ഷരം നിഷേധിച്ചത്. ശൂദ്രൻ അക്ഷരം പഠിക്കാനോ വായിക്കാനോ കേൾക്കാനോ ഒന്നും പാടില്ല. അത് കൃത്യമായി പറഞ്ഞു. അനുസ്മൃതിയിൽ പറയുന്നുണ്ട്, ശൂദ്രൻ വേദം പഠിക്കാൻ പാടില്ല. വേദം പഠിക്കാൻ വേണ്ടി ശൂദ്രൻ തയ്യാറാകുകയാണെങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷ കൊടുക്കാൻ പറഞ്ഞു. വേദം കേൾക്കാൻ ഇടവരികയാണെങ്കിൽ ചെവി ഈയം ഒരുക്കി ഒഴിച്ച് പൊട്ടിച്ചു കളയും. വേദം ഉച്ചരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നാവ് അരിഞ്ഞു കളയണം. ഇത് രണ്ടും ചെയ്തിട്ട് വീണ്ടും പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവനെ കഷ്ണമായി മുറിച്ച് പാടത്തോ പറമ്പിലോ എറിഞ്ഞു കളയാം. ആരെങ്കിലും അക്ഷരം പഠിക്കുമോ? പഠിക്കാൻ പാടില്ല. അതാണല്ലോ നമ്മുടെ പുരാണങ്ങളിൽ പഞ്ചപാണ്ഡവന്മാരുടെ കഥ പറയുമ്പോൾ നമ്മൾ ഒരു വലിയ ഗുരുവിനെ നമ്മുടെ മനസ്സിലുണ്ടല്ലേ. പഞ്ചപാണ്ഡവന്മാർക്ക് അസ്ത്രവിദ്യ പഠിപ്പിച്ചിരുന്ന ദ്രോണാചാര്യൻ എന്ന് പറയുന്ന ഒരു ഗുരു ഉണ്ടായിരുന്നു അല്ലേ. പഞ്ചപാണ്ഡവന്മാർക്ക് അസ്ത്രവിദ്യ പഠിപ്പിക്കുന്ന സമയത്താണ് കാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ അസ്ത്രവിദ്യ പിടിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഗുരുവിനെടുക്കുകയും അപ്പോൾ ഗുരു ആട്ടിപ്പായിച്ചു. അങ്ങനെ മറഞ്ഞു നിന്നുകൊണ്ടാണ് ആ കുട്ടി അസ്ത്രവിദ്യ പഠിച്ചത്. ആ കുട്ടിയുടെ പേരാണ് ഏകലവ്യൻ എന്ന് പറയുന്നത്. ഏകലവ്യനെ അറിയാത്തവരാരും ഉണ്ടാകില്ല. അങ്ങനെ അസ്ത്രവിദ്യ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പഠിച്ചു. അങ്ങനെ പഠിപ്പ് എല്ലാം കഴിഞ്ഞു. ദ്രോണാചാര്യ ശിഷ്യന്മാർ പാണ്ഡവന്മാർ അസ്ത്രവിദ്യ എല്ലാം പഠിച്ചു. അതിനുശേഷം പരീക്ഷണം നടത്താൻ വേണ്ടി കാട്ടിലേക്ക് പോയപ്പോൾ ഒരു നായ കുരച്ചുകൊണ്ട് ഓടിച്ചില്ലാണ്. അപ്പോൾ ഓടിച്ചെന്ന് നായയുടെ വായ അടച്ച് അമ്പ് വിട്ട് വായ അടച്ചു. അപ്പോൾ ദ്രോണാചാര്യനും സംഘവും അല്ലെങ്കിൽ ശിഷ്യന്മാരും തിരിച്ചറിഞ്ഞു, തങ്ങളെക്കാൾ മിടുക്കനായിട്ടുള്ള ഒരു അസ്ത്രവിദ്യ പഠിച്ച ആൾ ഈ കാട്ടിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് അന്വേഷിച്ചത്. അങ്ങനെയാണ് ഏകലവ്യൻ വന്നത്. ഗുരു അല്ലെങ്കിൽ ദ്രോണാചാര്യൻ ചോദിച്ചു, നീ എവിടുന്നാണ് ഈ അസ്ത്രവിദ്യ പഠിച്ചത്? അപ്പോൾ പറഞ്ഞു, അങ്ങയിൽ നിന്ന് തന്നെയാണ്, എൻ്റെ ഗുരു അങ്ങ് തന്നെയാണ്. അപ്പോൾ ആ ഗുരു ആ ശിഷ്യനോട് പറഞ്ഞത് എന്താണ്? നീ എനിക്ക് ഗുരുദക്ഷിണ തന്നിട്ടല്ല ഈ അസ്ത്രവിദ്യ പഠിച്ചത്, അതുകൊണ്ട് നീ എനിക്ക് ഗുരുദക്ഷിണ തരണം. ആ ഗുരുദക്ഷിണ എന്താണോ അത് അങ്ങ് ചോദിച്ചുകൊള്ളാൻ ആ ഏകലവ്യൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഗുരുവിനോട് പറഞ്ഞു. അപ്പോൾ ഏകലവ്യൻ ചോദിച്ചത് എന്താണ്? ഗുരുദക്ഷിണയായിട്ട് ഒരിക്കലും ഈ കുട്ടി ഇനി അമ്പ് ചെയ്യാൻ പാടില്ല, അതിനെന്ത് വേണം? ഏകലവ്യൻ ചോദിച്ചു, നിന്റെ പെരുവിരൽ അറുത്ത് ഗുരുദക്ഷിണ തരണമെന്ന് ഏകലവ്യനോട് ദ്രോണാചാര്യൻ പറഞ്ഞു. ആ കുട്ടി ഒരു മടിയും കൂടാതെ പെരുവിരൽ അറുത്ത് ഇലയിൽ ഗുരുദക്ഷിണ വെച്ചു. കാരണം ഒരിക്കലും ഇവൻ അസ്ത്രവിദ്യയിൽ ഇനി ശോഭിക്കാൻ പാടില്ല. അതാണ് അന്ന് തൊട്ട് തന്നെ ഒരു കാരണവശാലും ഇവർ മുന്നോട്ട് വരാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നീട് അക്ഷരം, അറിവ്, അധികാരം, സമ്പത്ത് ഒന്നും കൊടുക്കരുതെന്ന് തീരുമാനിച്ചു. അങ്ങനെ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ആട്ടിപ്പായിച്ചു. അങ്ങനെ പിന്നാമ്പുറങ്ങളിലേക്ക് ആട്ടിപ്പായിക്കുക മാത്രമല്ല, അവർ മോശക്കാരാണെന്ന് പറഞ്ഞു. പണിയെടുക്കുന്നവൻ അല്ലെങ്കിൽ അധ്വാനിക്കുന്നവൻ മോശക്കാരാണ്. ഇവിടെ നമ്മുടെ വ്യവസായ തൊഴിലാളികളെ കുറിച്ച്, അഗ്രികൾച്ചർ ലേബേഴ്സിനെ കുറിച്ച് സ്വാഗത പ്രാസംഗികർ പറഞ്ഞു. സഖാവ് ശ്രീനിവാസ റാവുവിനെ കുറിച്ച് ഇവിടെ പറയുന്നത് കേട്ടിരുന്നു. മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പണിയെടുക്കുക, പട്ടിണി കിടക്കുക, അത് മാത്രമായിരുന്നു അവകാശം. അങ്ങനെ പട്ടിണി കിടക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ആളുകളായിരുന്നു ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം. അങ്ങനെ പണിയെടുക്കുന്നവർ മോശക്കാരാണെന്ന് പറഞ്ഞു. പണിയെടുത്ത് വെയിലും മഴയും മഞ്ഞും ഒക്കെ കൊണ്ടിട്ടാണ്. അതുകൊണ്ടാണ് ഭൂരിപക്ഷത്തിന്റെ തൊലി കറുത്തു പോയത് അല്ലേ. തൊലി കറക്കാൻ കാരണം എന്താണ്? വെയിലും മഞ്ഞും മഴയും എല്ലാം കൊണ്ട് പാടത്തും പറമ്പിലും പണിയെടുത്തിട്ടാണ്. അങ്ങനെ കറുത്തുപോയ ആളുകൾ മോശക്കാരാണ് എന്ന് എപ്പോഴും പറഞ്ഞോളൂ. ഞാൻ മോശക്കാരനായതുകൊണ്ടല്ല, ഞാൻ കറുത്തതുകൊണ്ട് മോശമാണെന്ന് വിചാരിക്കില്ല. നമ്മൾ ആരും കറുത്തതുകൊണ്ട് മോശം. അതിനെന്ത് പറഞ്ഞു?
ഇവിടെ തമിഴ്നാട്ടിലുണ്ടോയെന്ന് അറിയില്ല. ഈ കൊക്ക് എന്ന് പറയുന്ന സാധനം, കൊക്ക് പക്ഷിയില്ലേ, കാക്കയില്ലേ, കൊക്കുണ്ട് കാക്കയുണ്ട് അല്ലേ. കാക്ക കറുത്തതാണ്, കൊക്ക് വെളുത്തതാണ് അല്ലേ. നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ പറയുന്നത് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ, കാക്ക കുളിച്ചാൽ കൊക്കാവുമോ എന്ന ചോദ്യമുണ്ട് അല്ലേ. തിരിച്ച് ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, കൊക്ക് കുളിച്ചിട്ട് ഇതുവരെ കാക്കയായിട്ടുണ്ടോ? കൊക്ക് കുളിച്ചിട്ട് കാക്കയായിട്ടുണ്ടോ? കാക്ക കുളിച്ചാൽ കൊക്കാവൂ എന്നുള്ളത് കറുപ്പിനെ മോശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു കാര്യമാണ്. അപ്പുറത്ത് വെളുത്തത് ആര്? കൊക്കൊന്ന് കുളിച്ചിട്ട് കാക്കയായി കാണിക്കാൻ പറ, അപ്പൊ നമുക്ക് അംഗീകരിക്കാൻ പറ്റും അല്ലേ. വളരെ സിമ്പിളാണ് അല്ലേ. പണിയെടുക്കുന്നവൻ മോശക്കാരാണ്, കറുത്തവനാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അതുപോലെ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളത് മനുഷ്യനെല്ലാം ജനിക്കുന്ന മനുഷ്യനായി. പിന്നെ മനുഷ്യൻ എങ്ങനെയാണ് ബ്രാഹ്മണനാകുന്നത്? ബ്രാഹ്മണനാകാൻ കാരണം അവർ ശ്രേഷ്ഠ കർമ്മം ചെയ്തിട്ടാണ്. ഏറ്റവും ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്നതുകൊണ്ടാണ് ബ്രാഹ്മണനായിട്ട് മാറുന്നത്. മറ്റെല്ലാം നികൃഷ്ടമായിട്ട് ജോലിയിൽ ചെയ്യുന്നുണ്ട്. എന്താണ് ശ്രേഷ്ഠമായ കർമ്മം എന്നതിനെ സംബന്ധിച്ചുള്ള സംശയം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട. എന്റെ മനസ്സിൽ ഉണ്ടായ, ചെറിയ കുട്ടിയായിരിക്കും ഉണ്ടായ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം എന്താണ്? ലോകത്തെല്ലാ മനുഷ്യനും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം വേണം. ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന് ഇതുവരെ ആരും തെളിയിച്ചിട്ടില്ല. ആ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അത് ഉണ്ടാക്കുന്നത് പാടത്തും പറമ്പിലുമൊക്കെയാണ്. അവർ ഭക്ഷണം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അമ്പലത്തിലെ പൂജാരിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത്. അവർ അവിടെ പാടത്തും പറമ്പിലും പണിയെടുത്തുണ്ടാക്കുന്നതുകൊണ്ടാണ് ഇവിടുത്തെ സയന്റിസ്റ്റുകൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത്. എല്ലാ പ്രമാണി വർഗത്തിനും ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ആ പാവങ്ങൾ പണിയെടുത്തുകൊണ്ടാണ്. ഭക്ഷണമില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. പൂജാരിക്ക് പൂജ കഴിഞ്ഞ ഓരോ സമയത്തും ഇറങ്ങി വന്ന് ഭക്ഷണം കഴിക്കണം. ഒരു പൂജാരിക്കും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു പള്ളിയിലെ അച്ഛനും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു പള്ളിയിലെ ഇമാമിനും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ് എന്നുള്ള ചോദ്യം വളരെ മുമ്പ് തന്നെ ചോദിച്ചു. ഏറ്റവും ശ്രേഷ്ഠമായ ജോലി എന്താണ്? മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നവനാണ് ഏറ്റവും മഹത്തായ ജോലി നിർവഹിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ട് അവർ ബ്രാഹ്മണരായില്ല? ഏറ്റവും ശ്രേഷ്ഠമായ ജോലി ചെയ്യുന്നവർ ബ്രാഹ്മണരായില്ലല്ലോ. ബ്രാഹ്മണരാകാതിരിക്കാൻ വേണ്ടി അവർ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ജോലി മോശമാണ്. അങ്ങനെ മോശമാണ് പണിയെടുക്കുന്നവർ. അവർക്ക് അക്ഷരാഭ്യാസമില്ല, അറിവില്ല, അവർക്ക് സമ്പത്തില്ല, അധികാരമില്ല. അങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്തുക എന്നുള്ള സമീപനമാണ് നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത് ജാതി വ്യവസ്ഥയുടെ വക്താക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ആ ആശയത്തെയാണ് തകർക്കേണ്ടത്. ആ ആശയത്തെ തകർത്താൽ മാത്രമാണ് അൺടച്ചബിലിറ്റി ഇല്ലാതാകുന്നത്. ആ അൺടച്ചബിലിറ്റി ഇല്ലാതാകണമെങ്കിൽ സെക്ടറിനുള്ള കാഴ്ചപ്പാടുകൂടിയല്ല, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പോരാട്ടമാണ് നടക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ സമൂഹം ഇങ്ങനെ പുറകോട്ട് പോകാൻ കാരണം പൊതുസമൂഹം നമ്മളെ പുറകോട്ടടിപ്പിച്ചതുകൊണ്ട്. അതിന് പൊതുസമൂഹം തന്നെ കോമ്പൻസേഷൻ തരേണ്ട സമയമാണ്. നമുക്കറിയാം, വാഹനം ഇടിച്ച് പരിക്കേറ്റ് കഴിഞ്ഞാൽ കോമ്പൻസേഷൻ തരാനുള്ള പ്രൊവിഷനുണ്ട് അല്ലേ. വാഹനം ഇടിച്ച് പരിക്കേറ്റ് നമുക്ക് MICT കേസ് കൊടുക്കും, നമുക്ക് നഷ്ടപരിഹാരം കിട്ടും. ഈ സമൂഹമെന്ന വലിയ വാഹനം ഇടിച്ചാണ് ഈ മഹാഭൂരിപക്ഷവും പുറകോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ആ സമൂഹത്തിന്റെ ആകെ ഒന്നിച്ചുള്ള പോരാട്ടത്തിന്റെ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ആ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് അൺടച്ചബിലിറ്റി ഇറാഡിക്കേഷൻ ഫ്രണ്ട്, DSMM അഖിലേന്ത്യാ തലത്തിലും എല്ലാം ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം ഇന്ന് അട്രോസിറ്റിയുടെ രാജ്യമായി മാറുകയാണ്, അസമത്വത്തിന്റെ രാജ്യമായി മാറുകയാണ്, അതുപോലെ ദാരിദ്ര്യത്തിന്റെ രാജ്യമായി മാറുകയാണ്. ഒരു ഭാഗത്ത് ഹിന്ദു വർഗീയ ഫാസിസ്റ്റുകൾ പറയുന്നത് രാജ്യം സാമ്പത്തികമായിട്ട് വലിയ വളർച്ചയിലേക്ക് പോവുകയാണ്. എന്നാൽ ആ വളർച്ചയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രാജ്യം പുറകോട്ട് പോകുന്നു എന്നുള്ള കണക്കുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇന്ത്യയിലെ ദളിതുകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ എത്ര കണ്ട് വർദ്ധിച്ചു എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ നടത്തിയ പഠന റിപ്പോർട്ടുകൾ തന്നെ പറയുന്നു.
സെൻട്രൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് 10 വർഷക്കാലം കൊണ്ട് വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ, ദളിതുകൾക്കെതിരായ കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ ബലാത്സംഗങ്ങൾ, കൂട്ടബലാത്സംഗങ്ങൾ, വീടുകൾ ചുറ്റപ്പിക്കൽ, അങ്ങനെ പലതരത്തിലുള്ള അട്രോസിറ്റികൾ വർദ്ധിച്ചു വരികയാണ്, വർദ്ധിച്ചു വരികയാണ്. അതുപോലെ അസമത്വങ്ങൾ വർദ്ധിക്കുകയാണ്, അതുപോലെ തന്നെ ദാരിദ്ര്യം വർദ്ധിക്കുകയാണ്. ഇപ്പോൾ വേൾഡ് ഫുഡ് സപ്പോർട്ട് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒത്തുചേരുകയാണ്. വേൾഡ് ഫുഡ് സെക്യൂരിറ്റി ഫോറത്തിന്റെ മീറ്റിംഗ് നടക്കുന്നു. ആ യോഗത്തിൽ പറയുണ്ടായി ലോകത്താകെ ദാരിദ്ര്യം വർദ്ധിക്കുകയാണ്. അങ്ങനെ ദാരിദ്ര്യം വർദ്ധിക്കുന്നതിന്റെ കണക്ക് ലോകത്താകെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായി. നമ്മുടെ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള രാജ്യം ഏത് എന്നുള്ള കണക്കിൽ വേൾഡ് പോവർട്ടി ഇൻഡെക്സിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എത്രയാണ്? ഒരു ഭാഗത്ത് സമ്പന്നമായി അമേരിക്കയും ജപ്പാനും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് BJP ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ എന്താണ് യാഥാർത്ഥ്യം? നമ്മുടെ രാജ്യത്ത് പട്ടിണി പെരുകുകയാണ്, പോവർട്ടി വർദ്ധിക്കുകയാണ്. നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പ്രചാരവേല സംഘടിപ്പിക്കുക. എന്നാൽ രാജ്യത്തിന്റെ പൊതുസ്ഥിതി എന്താണ്? പട്ടിണി വർദ്ധിക്കുകയാണ്. പട്ടിണിയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ എത്രാം സ്ഥാനത്താണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന ആളുകൾ ഉള്ള രാജ്യം ഏതാണ്? അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ ഈ പ്രചരണം വലിയ തട്ടിപ്പാണെന്ന് തിരിച്ചറിയുന്നത്. ഇപ്പൊ രാജ്യത്ത് ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തൊന്നാം സ്ഥാനത്താണ്. ഇപ്പോൾ കണക്കനുസരിച്ചുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യമാണ്. ഭാരതത്തിലാണ് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ളത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പോഷകാഹാരമില്ലാതെ മരിക്കുന്ന രാജ്യവും ഇന്ത്യയാണ്. അപ്പോൾ പട്ടിണി വർദ്ധിക്കുകയാണ്. ആ പട്ടിണി വർദ്ധിക്കുന്നതിൽ ഭൂരിപക്ഷം ആരാണ്? നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾ. ആ പാവപ്പെട്ടവരുടെ പട്ടിണി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. പാവപ്പെട്ടവന്റെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, മഹാനായ അംബേദ്കർ എഴുതി വെച്ച ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞു, ഇവിടെയുള്ള പാവപ്പെട്ടവന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകാൻ കഴിയുമെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ചില റിസർവേഷൻ കൊടുക്കും. അത് വിദ്യാഭ്യാസ രംഗത്ത്, തൊഴിൽ രംഗത്ത്, തെരഞ്ഞെടുക്കപ്പെടുന്ന വേദികളിലേക്കെല്ലാം റിസർവേഷൻ കൊടുക്കാൻ കഴിയും. അങ്ങനെ റിസർവേഷൻ ഉണ്ടെങ്കിൽ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒരു സ്ഥലത്തേക്കും വളർന്നു വരാൻ കഴിയില്ല, വിദ്യാഭ്യാസ രംഗത്തേക്ക് വരാൻ കഴിയില്ല, തൊഴിൽ രംഗത്തേക്ക് വരാൻ കഴിയില്ല, തെരഞ്ഞെടുക്കപ്പെടുന്ന വേദികളിലേക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ടുള്ള റിസർവേഷൻ. ഒരു കാലഘട്ടത്തിൽ സമൂഹത്തു നിന്നും ഒറ്റപ്പെട്ടു പോയ ആളുകൾ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകൾ, അവർക്ക് അവസരം ഉണ്ടാക്കണമെങ്കിൽ പ്രത്യേകമായിട്ട് റിസർവേഷൻ വേണം. ആ റിസർവേഷൻ നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ പാവപ്പെട്ടവർക്ക് മുന്നോട്ട് വരാൻ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റിന്റെ നിലപാട് എന്താണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ നിലപാട് എന്ന് പറയുന്നത് റിസർവേഷൻ കൊടുക്കാതിരിക്കുക, നേരത്തെ പോലെ തന്നെ അക്ഷരവും അറിവും കൊടുക്കാതിരിക്കുക, അവരെ അധികാര സ്ഥാനങ്ങളിൽ കൊണ്ടുവരാതിരിക്കുക എന്നുള്ള നിലപാടിലേക്ക് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ വീണ്ടും കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഏകദേശം 12 ലക്ഷത്തിലധികം ഒഴിവുകളാണ് നികത്തപ്പെടാതെ കിടക്കുന്നത്. അവിടെ ഇരിക്കുന്നതിന് മുമ്പിലിരിക്കുന്നത് അവരെല്ലാം പറഞ്ഞാണ്, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഒഴിവുകൾ നികത്തപ്പെടാതിരിക്കുകയാണ് 12 ലക്ഷത്തോളം. ആ ഒഴിവുകൾ നികത്തുകയാണെങ്കിൽ 25% SC/ST ജനവിഭാഗങ്ങൾക്ക് അതിന് റിസർവേഷൻ ആനുകൂല്യം ലഭിക്കും. ഒറ്റ നിയമനം പോലും നടത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ്. എല്ലാം കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ആളുകൾ നിയമിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവിടെ റിസർവേഷൻ തത്വമൊന്നും പാലിക്കുന്നില്ല. അങ്ങനെ തൊഴിൽ എന്ന സങ്കല്പം പോലും ഇല്ലാതാകുന്ന സ്ഥിതിയാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്ന ആ പോളിസിയിൽ പാവപ്പെട്ടവന്റെ വിദ്യാഭ്യാസം ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. പാവപ്പെട്ടവന്റെ കുട്ടികൾക്ക് തൊഴിലും കിട്ടുന്നില്ല, വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല, ഭൂമി അവരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഇന്ത്യയിൽ വളർന്നു വരികയാണ്.
ഇപ്പോൾ 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നമുക്കറിയാം തുടർച്ചയായിട്ട് 3-ാം വട്ടവും അധികാരത്തിൽ വന്നിരിക്കുകയാണ്. 2014-ലും 19-ലും 24-ലും അവർ അധികാരത്തിൽ വന്നു. ഈ 3 ഘട്ടങ്ങളായി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് എങ്ങനെ നമ്മുടെ രാജ്യത്തെ പഴയ ചാവക വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പരീക്ഷണമാണ് നടത്തുന്നത്. ആ ചാവക വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളാണ് എല്ലാം വേദികയും എടുക്കുന്നത്. അതുകൊണ്ടാണ് തൊഴിലാളികൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ പോലും സമരം ചെയ്ത് നേടിയ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. അതുകൊണ്ടാണ് ലേബർ കോഡ് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചത്. സമ്പന്നർക്കും മുതലാളിമാർക്കും സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് തൊഴിലാളികളെ അവഗണിക്കുകയാണ്, കർഷകരെ അവഗണിക്കുകയാണ്, ദളിതുകളെ, ആദിവാസികളെ എല്ലാം തന്നെ അവഗണിക്കുന്ന സ്ഥിതിയിലേക്ക് പോവുക. അപ്പോൾ 3 ടൈമായി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റ് RSS രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടുകൂടിയാണ്, അല്ലെങ്കിൽ അവരുടെ ഇൻസിക് ഡ്രൈവിങ്ങിലൂടെയാണ് ഈ ഗവൺമെന്റ് പോകുന്നത്. RSS എന്താണോ പറയുന്നത് അതനുസരിച്ച് 2025 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ പീരീഡാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. അതായത് 1925-ലാണ് RSS എന്ന് പറയുന്ന ആ ഫാസിസ്റ്റ് സംഘടന രൂപം കൊണ്ടത്. ആ സംഘടന രൂപം കൊണ്ട് 100 വർഷം 2025 തികയാണ്. അപ്പോൾ 100 വർഷക്കാലം കൊണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഹിന്ദു രാഷ്ട്രമായി മാറുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മോചനം സാധ്യമാകില്ല. അവരെ ജീവിതം പുറകോട്ടടിപ്പിക്കുന്ന സ്ഥിതിയിലേക്കാണ് പോവുക എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകും. ആ നല്ല തിരിച്ചറിവുള്ള നാടാണ് തമിഴ്നാട്. അതുകൊണ്ടാണ് 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും BJPക്ക് ജയിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവിടുത്തെ പ്രബുദ്ധരായ ജനത വിധിയെഴുതുകയാണ്. ഒരു സീറ്റ് പോലും BJPക്ക് ജയിക്കാൻ ഈ തമിഴ്നാട്ടിന്റെ മണ്ണിൽ നിന്ന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ജനതയെ എത്ര കണ്ട് അഭിവാദ്യം ചെയ്താലും മതിയാവില്ല. അതായത് 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് കിട്ടി, BJPക്ക് ഒരു സീറ്റ് കേരളത്തിൽ നിന്ന് കിട്ടി. എന്നാൽ തമിഴ്നാടിന്റെ മണ്ണിൽ നിന്നും ഒരു സീറ്റ് പോലും കിട്ടിയില്ല. ഒറ്റ സീറ്റ് പോലും തമിഴ്നാടിൽ നിന്നും BJPക്ക് കൊടുക്കാൻ തയ്യാറാകാത്ത അത്രയും പ്രബുദ്ധരായ ജനതയാണ് തമിഴ്നാട്ടിലുള്ളത് എന്ന് അഭിമാനത്തോടുകൂടി തലയുയർത്തിയെന്നുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ BJPയെ തകർക്കുക എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ ഭരണത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് അനിവാര്യമാണ്. മഹാഭൂരിപക്ഷത്തിന്റെ ജീവിതം ദുരിതപൂർവ്വമാക്കുക. അവരൊക്കെ പറയുന്നത് 1 നേഷൻ 1 ഇലക്ഷൻ, 1 നേഷൻ 1 ഇലക്ഷൻ. അത് നമ്മുടെ രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാൻ, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മുദ്രാവാക്യമാണ്. ഇപ്പോൾ അടുത്ത ദിവസം പാർലമെന്റിൽ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്കെതിരെ 5 കൊല്ലത്തിലധികം ശിക്ഷ ലഭിക്കാവുന്ന കേസിൽപ്പെടുകയും ആ മന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ 30 ദിവസം കസ്റ്റഡിയിൽ ഇരിക്കുകയാണെങ്കിൽ ആ മന്ത്രിയുടെ മന്ത്രിസ്ഥാനം പോകും, മുഖ്യമന്ത്രി സ്ഥാനം പോകും. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെയും പോകുമെന്ന് അതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇന്ന് വരെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയെയും ചോദ്യം ചെയ്തതായിട്ട് അറിയില്ല, അറസ്റ്റ് ചെയ്തതായിട്ട് അറിയില്ല. അത് തങ്ങൾക്കെതിരായി നിൽക്കുന്ന ഭരണകൂടങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം, നാഷണൽ അന്വേഷണ ഏജൻസികളുണ്ട്, ദേശീയ അന്വേഷണ ഏജൻസികളുണ്ട്. ആ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനോ ജയിലിലടയ്ക്കാനോ കസ്റ്റഡിയിൽ വെക്കാനുള്ള അധികാരമുണ്ടോ? അങ്ങനെ 30 ദിവസത്തിൽ കൂടുതൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിയെയോ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ മന്ത്രിയെ ഓട്ടോമാറ്റിക്കായി പുറത്താക്കാനുള്ള അവസരം ഉണ്ടാകും. അതായത് തങ്ങൾക്ക് വിധേയമായിട്ട് നിൽക്കണം എല്ലാവരും. തങ്ങൾക്ക് വിധേയമല്ല തമിഴ്നാട്ടിലെ ഗവൺമെന്റ് എന്ന് മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ തങ്ങൾക്ക് വിധേയമല്ല കേരളത്തിലെ ഗവൺമെന്റ്, തങ്ങൾക്ക് വിധേയമല്ല കർണാടകയിലെ ഗവൺമെന്റ്. ആ ഗവൺമെന്റുകളെ എല്ലാം തന്നെ ഭരണഘടനാപരമായിട്ട് മുന്നേ അട്ടിമറിച്ച ചരിത്രമുണ്ട്. കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ 1957-ലാണ് EMS നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെ ഭരണഘടനാ വിരുദ്ധമായി കൊണ്ടാണ് അന്ന് അട്ടിമറിച്ചതെന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ നിയമ ഭരണഘടനാ ഭേദഗതിയിലൂടെ നിയമത്തിലൂടെ തന്നെ ഓരോ ഗവൺമെന്റിനെയും അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മുഖ്യമന്ത്രിയാണ് ഈ തമിഴ്നാട്ടിൽ ഭരിക്കുന്നെങ്കിൽ ആ തമിഴ്നാട് മുഖ്യമന്ത്രിയെ 30 ദിവസം കസ്റ്റഡിയിൽ വെച്ച് കഴിഞ്ഞാൽ 5 വർഷക്കാലം ശിക്ഷ ലഭിക്കാവുന്ന ഒരു വകുപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ മുഖ്യമന്ത്രിയെ
മുഖ്യമന്ത്രിക്ക് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം, മന്ത്രിസ്ഥാനം. അതെന്തിനാണ്? BJPക്ക് അധികാരം കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അധികാരം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾ, പൗരാവകാശങ്ങളെല്ലാം നിഷേധിക്കുന്ന നിലപാടിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ നിലപാടുകൾക്കെതിരായിക്കൊണ്ടുള്ള അതിശക്തമായ പോരാട്ടവും കൂടി ഏറ്റെടുക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് കഴിയും. കാരണം ജനാധിപത്യപരമായിട്ടുള്ള ജീവിതം നമുക്ക് നയിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ പൗരസ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. അതെല്ലാം കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനം വളരെ സുഖകരമല്ല, വളരെ വേഗത്തിൽ നടക്കുന്നതല്ല. കാരണം നൂറ്റാണ്ടുകളായി ജാതി ചിന്തകൾ, മതചിന്തകൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. ആ അന്ധവിശ്വാസവും അനാചാരങ്ങളും ഒരു ദിവസം കൊണ്ട് മാറ്റാൻ കഴിയില്ല. ആ ജാതി ചിന്ത ഒരു ദിവസം കൊണ്ട് മാറ്റാൻ കഴിയില്ല. നിരന്തരമായിട്ടുള്ള പോരാട്ടത്തിലൂടെ, ക്യാമ്പയിനിലൂടെ മാത്രമാണ് അത് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുക. അത് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്കറിയാം, നമ്മുടെ മുൻ തലമുറ ഒട്ടേറെ ത്യാഗപൂർവമായിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളും നയിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഫലമായിക്കൊണ്ടുകൂടിയാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിലോ നമ്മളിതുപോലെ സംഘടിക്കാനോ ഒരുമിച്ചിരിക്കാനോ തയ്യാറാകില്ല. നവോത്ഥാനത്തിന് വേണ്ടി പോരാടിയ ഒട്ടേറെ നവോത്ഥാന നായകർ നമുക്കുണ്ട്, ഒട്ടേറെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ട്. തമിഴ്നാട് എന്ന് പറയുന്ന ഈ സംസ്ഥാനം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും നവോത്ഥാന നായകരുടെയും ഈറ്റില്ലമാണ്. ഒരുപക്ഷെ എന്നല്ല, കേരളത്തിൽ പോലും നവോത്ഥാന പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ തമിഴ്നാടിന്റെ സംഭാവന ഏറ്റവും വലുതാണ്. നമുക്കറിയാം, നമ്മുടെ പെരിയോർ രാമസ്വാമി, അദ്ദേഹം സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി, സാമൂഹ്യ നീതിക്ക് വേണ്ടി നടത്തിയ ഉജ്ജ്വലങ്ങളായ ഒരുപാട് പോരാട്ടങ്ങൾ നമ്മുടെ സ്മരണയിലുണ്ടാകും. തീർച്ചയായിട്ടും അടുത്ത കാലത്ത് 2024 വൈക്കം സത്യാഗ്രഹത്തിന് 100ാം വാർഷികമായി. ആ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയും എല്ലാം ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഉദ്യോഗമാണ് നടത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള മുഖ്യമന്ത്രി അവിടെ എത്തി. തന്തപ്പെരിയോർ രാമസ്വാമിക്ക് വേണ്ടി അവിടെ വലിയൊരു സ്മാരകം പടുത്തുയർത്തിയുണ്ട്. അതിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞു. അദ്ദേഹം അന്ന് വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ പട്ടിക്കും പൂച്ചയ്ക്കും വഴി നടക്കാനുള്ള പ്രദേശത്തൂടെ മനുഷ്യൻ നടക്കാൻ പാടില്ല. പട്ടിക്കും പൂച്ചയ്ക്കും നടന്നു പോകാൻ ഒരു തടസ്സമില്ല, പക്ഷേ മനുഷ്യൻ നടക്കാൻ പാടില്ല. അങ്ങനെ മനുഷ്യനെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടമാണ് 100 വർഷം പിന്നിട്ടു. ആ 100 വർഷം പിന്നിട്ടെങ്കിൽ ഇപ്പോഴും ജാതിചിന്തയും മതചിന്തയും സംഘചിന്തയും നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടർച്ച നീക്കി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ പോരാട്ടങ്ങളെല്ലാം സ്മരണ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയും. ആ പോരാട്ടങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ കന്യാകുമാരി ജില്ലയിൽ, ഇപ്പോഴത്തെ കന്യാകുമാരി ജില്ലയിലാണ് അയ്യാ വൈകുണ്ഠസ്വാമികളെ വേണ്ടത്ര നമ്മുടെ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അയ്യാ വൈകുണ്ഠസ്വാമി ജനിച്ച കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയാണ്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം പോലും ലഭിച്ചില്ല, അക്ഷരാഭ്യാസമില്ലായിരുന്നു. അദ്ദേഹം ഈ അസമത്വങ്ങൾക്ക് അനീതി കണ്ടുകൊണ്ട് അതിനെ ഫിസിക്കലായി നേരിടാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. കാരണം ആശയപരമായിട്ട് അദ്ദേഹത്തിന് അത്രയേറെ അറിവുണ്ടായിരുന്നില്ല. അദ്ദേഹം എല്ലാ അസമത്വങ്ങളും കണ്ടു കഴിയുമ്പോൾ അതിനെ ഫിസിക്കലായി നേരിടാൻ തീരുമാനിച്ചു. അദ്ദേഹം പനയിൽ കയറി ചെത്തുന്ന ഒരു നാടാർ സമുദായത്തിൽപ്പെട്ട അംഗമായി. അദ്ദേഹം ഈ അസമത്വങ്ങൾ അനീതി കണ്ട് അതിനെതിരായിട്ട് ശാരീരികമായിട്ടുള്ള പ്രതികരിച്ചു. അവസാനം അദ്ദേഹത്തിന് തോന്നി ശാരീരികമായി പ്രതികരിച്ചുകൊണ്ട് മാത്രം ഈ സാമൂഹ്യ അസമത്വങ്ങൾ ഇല്ലാതാകുന്നില്ല, അത് വർദ്ധിക്കും. അതിനെന്ത് വേണം എന്നുള്ളതിൻ്റെ കണ്ടെത്തലാണ് ഒരുപക്ഷെ സമൂഹത്തെ ആകെ അദ്ദേഹം ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിച്ചാണോ എന്ന് പോലും കരുതാൻ വേണ്ടി കഴിയും. കാരണം മനുഷ്യനായി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കേൾക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം കന്യാകുമാരിയിലേക്ക് അവർ യാത്ര പോയ സമയത്ത് അബ്സ്കോണ്ടിങ് ആയി, കാണാതായി, മാസങ്ങളോളം കാണാതാവുന്ന സ്ഥിതി ഉണ്ടായി. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് ആളുകൾ ചോദിച്ചു, നിങ്ങൾ എവിടെ പോയി? ഞങ്ങളുടെ കൂടെ വന്നാണോ? എവിടെ പോയി എന്ന് പറഞ്ഞു. ഞാൻ വൈകുണ്ഠത്തിലേക്ക് പോയി, അവിടെ പോയി മഹാവിഷ്ണുവിനെ കണ്ടു. അങ്ങനെ ഞാൻ വൈകുണ്ഠസ്വാമികളായിരുന്നു. അങ്ങനെ വൈകുണ്ഠസ്വാമികളായി മാറിയതിനു ശേഷം സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റമുണ്ടായി.
അദ്ദേഹം നടപ്പിലാക്കിയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുകയില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചെയ്തതെന്താ വെച്ചാൽ 1836 അദ്ദേഹം ചെറുപ്പക്കാരനാണ്, ഇല്ലിറ്ററേറ്റ് ആണ്. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അദ്ദേഹമാണ് ആദ്യം സമത്വ സമാജം, നമ്മൾ ഈക്വാലിറ്റിയെ കുറിച്ച് പറയുക, തുല്യതയെക്കുറിച്ച് പറയുക. അദ്ദേഹം 1836 തന്നെ സമത്വ സമാജം എന്നൊരു സമാജം രൂപീകരിച്ചു. ആ സമാജം രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു ലോകം. 1836 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പുറത്തിറങ്ങുന്നത് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇറങ്ങുന്നതിന് 12 വർഷം മുമ്പ് തന്നെ അയ്യാ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം രൂപീകരിക്കും. ആ സമത്വ സമാജത്തിന്റെ സന്ദേശം സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതേ ആശയം തന്നെയാണ് വൈകുണ്ഠസ്വാമികൾ മുന്നോട്ട് വെച്ചത്. സമത്വമായിരിക്കണം എല്ലാവരും. ആ സമത്വം സൃഷ്ടിക്കുന്ന തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ അദ്ദേഹം പറഞ്ഞു. അന്നത്തെ കാലത്ത് സമത്വം സൃഷ്ടിക്കുന്ന തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ അദ്ദേഹം കണ്ടെത്തിയത് എന്താണ്? അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയമാണ്, രാജാക്കന്മാർ ഇന്ത്യ ഭരിക്കുന്ന സമയമാണ്. ആ രണ്ട് ശക്തികളെ കുറിച്ച് അദ്ദേഹം അന്ന് പറഞ്ഞത്, കറുത്ത നീചനും വെളുത്ത നീചനും ഇല്ലാതാകണം. എന്താണ് പറഞ്ഞത്? കറുത്ത നീചൻ എന്ന് പറഞ്ഞ നീചൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായി? കറുത്ത നീചൻ കൊള്ളരാത്തവരെന്നാണ്. കറുത്ത നീചനും വെളുത്ത നീചനും, വെള്ളക്കാരും ഇല്ലാതാണ്. വെള്ളക്കാരും ഇവിടുത്തെ രാജ്യഭരണം അവസാനിക്കണം, ഇവിടെ ജനാധിപത്യത്തിലേക്ക് രാജ്യം മാറണം. അപ്പോൾ മാത്രമേ നമ്മുടെ മനുഷ്യൻ എന്നുള്ള ആ സങ്കല്പം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയൂ എന്ന് പറഞ്ഞ് പോരാടിയ മനുഷ്യൻ. അങ്ങനെയുള്ള പോരാട്ടങ്ങളൊക്കെയാണ് നമ്മുടെ സമൂഹത്തെ മാറ്റിമറിച്ചത്. ആ പോരാട്ട ചിന്തകളെല്ലാം ഏറ്റെടുക്കേണ്ട സമയമാണ്. തീർച്ചയായും ആ പോരാട്ടം ഒരു പരിധിവരെ ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞ 2 സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും അതുപോലെ കേരളം. കേരളത്തിൽ നമുക്കറിയാം, ആ പുരോഗമന പ്രസ്ഥാനം ഉണ്ടാക്കിയ നേട്ടം നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായി. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തി. ആ പോരാട്ടങ്ങളെല്ലാം നടത്തി കേരളീയ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടായി. എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞു, എല്ലാവർക്കും ഭൂമി കൊടുക്കാൻ കഴിഞ്ഞു, എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ഈ നവംബർ 1 എന്ന് പറയുന്നത് കേരളപ്പിറവി ദിനമാണ്. 1956 നവംബർ 1 കേരളം പറഞ്ഞത്. 2025 നവംബർ 1 ഒരു മഹത്തായ പ്രഖ്യാപനം അവിടെ നടത്താൻ വേണ്ടി പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇന്ത്യ വികസിക്കുന്നു എന്ന് വലിയ രീതിയിൽ ഗൗരവം പ്രസംഗിക്കുമ്പോൾ ഇന്ത്യയിൽ പട്ടിണിയും ദാരിദ്ര്യവും അസമത്വവും എല്ലാം തന്നെ വർദ്ധിക്കുകയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന രാജ്യത്തെ ഒരു സംസ്ഥാനം ഈ 2025 നവംബർ 1 ഒരു പ്രഖ്യാപനം നടത്തും. നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്നുള്ള ആ പ്രഖ്യാപനം നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയും. അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് മാറുകയാണ്. അപ്പൊ ഞാൻ ഇനി അധികം പ്രസംഗിക്കുന്നില്ല, ആൾക്കാർ നമ്മുടെ സഖാക്കളും നേതാക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിദരിദ്രമില്ലാത്ത ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ അവിടെ ദളിത് ആദിവാസികളൊക്കെയാണ് പട്ടിണി കിടക്കുന്നില്ലേ. അങ്ങനെ അതിദരിദ്രമില്ലാത്ത ഒരു നാടായിട്ട് നമ്മുടെ നാടിനെ മാറ്റാൻ വേണ്ടിയുള്ള മാതൃകാപരമായ പ്രവർത്തനം അവിടെ നടത്തപ്പെടുന്നുണ്ട്. കേരളവും തമിഴ്നാടും എല്ലാം ചേർന്നുകൊണ്ട് വലിയ മുന്നേറ്റം നടത്തേണ്ട ഒരു സമയമാണ്. ആ മുന്നേറ്റത്തിൽ നമ്മുടെ എല്ലാം പങ്കാളിത്തം ഉണ്ടാകും. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിക്കും. നമ്മുടെ ദളിത് മേഖല അല്ലെങ്കിൽ ആദിവാസി മേഖല അതെല്ലാം ഒറ്റപ്പെട്ടു പോകാനുള്ള കാരണം എന്താണ്? നൂറ്റാണ്ടുകളായി അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു, അവരെ അടിമകളാക്കി വെക്കാൻ ശ്രമിച്ചു. ആ അടിമത്തം അതേപോലെ തന്നെ നിലനിർത്തി പോകുക എന്നുള്ള സമീപനം സ്വീകരിച്ചാൽ പോരാ. പുരോഗമനവാദികൾ ആ അടിമത്തം ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് നല്ലപോലെ ചർച്ച ചെയ്യണം. ആ ചർച്ച ചെയ്താൽ മാത്രം പോരാ, മാറ്റത്തിന് തുടക്കം കുറിക്കാൻ കഴിയും. നമുക്കറിയാം, കോളനികൾ എന്നുള്ള വാക്ക്, കോളനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രിട്ടന്റെ കോളനിയായിരുന്നു അല്ലേ. ബ്രിട്ടൻ എന്ന് പറയുന്ന സാമ്രാജ്യ ശക്തി എന്ന് പറയുന്നത് ലോകത്ത് അവരെ കുറിച്ച് പറഞ്ഞിരുന്നത് സൂര്യനെ ശ്രമിക്കാത്ത സാമ്രാജ്യം എന്നാണ്. നമുക്കറിയാം, ഒരു ഭാഗത്ത് ഇരുട്ട് വരുമ്പോൾ മറുഭാഗത്ത് വെളിച്ചം വരും.
എന്നാൽ ബ്രിട്ടന്റെ കോളനിയിൽ അവർ കൈയടക്കി വെച്ചത് പകലും രാത്രിയും ഒരുപോലെയാകുന്ന സ്ഥിതിയാണ്. അതുകൊണ്ടാണ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമാണ് ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് സാമ്രാജ്യം. ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ് ലോകത്ത് കോളനികൾ ഉണ്ടാക്കിയത്. അതാണ് അവരെ അടിമത്തമാണ് നമ്മളെ അടിപ്പിച്ച് ഇന്ത്യ ബ്രിട്ടന്റെ കോളനി. അപ്പൊ ആ കോളനി സിസ്റ്റം നമ്മുടെ രാജ്യത്ത് പിന്നീട് നിന്നത് ദളിതുകൾ കൂട്ടത്തോട് താമസിക്കുന്ന സ്ഥലത്തിന് കോളനി എന്ന് പറയും, അല്ലെങ്കിൽ ആദിവാസികൾ കൂട്ടത്തോട് താമസിക്കുന്ന സ്ഥലത്തിന് കോളനികൾ എന്ന് പറയും. ആ കോളനി എന്ന് പറയുന്ന വാക്ക് അടിമത്തത്തിന് തുല്യമാണ്, അടിമസമാനമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ കോളനി എന്ന വാക്ക് എടുത്തു കളയാൻ വേണ്ടിയുള്ള ഉത്തരവ് ഞാൻ മന്ത്രിയായി അവസാനത്തെ ദിവസം ആ ഉത്തരവിൽ അബോളിഷ് ചെയ്തു. കോളനി അബോളിഷ് ചെയ്യുന്നതിന്റെ ഉത്തരവിറക്കി. അത് വലിയ ചർച്ചയായി. എനിക്ക് ഏറെ സന്തോഷം തോന്നുകയാണ്. തമിഴ്നാട്ടിലെ ബഹുമാനായ മുഖ്യമന്ത്രി സ്റ്റാലിൻ അദ്ദേഹം പിന്നീട് പ്രഖ്യാപിച്ചു, ഈ തമിഴ്നാട്ടിലും ഇനി കോളനി ഉണ്ടാകില്ല, അത് അബോളിഷ് ചെയ്യുമെന്ന് പറഞ്ഞുള്ള ഉത്തരവിറക്കി. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി പാവപ്പെട്ടവരോടുള്ള അദ്ദേഹത്തിന്റെ അപ്രോച്ചാണ് കാണിക്കുന്നത്. ഈ ഗവൺമെന്റ് അപ്രോച്ചാണ്. പാവങ്ങൾ അങ്ങനെ അടിമകളായി കിടക്കേണ്ടവരല്ല എന്നുള്ള ഒരു സങ്കല്പം വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയും. എല്ലാവരും തുല്യരാണ് എന്നുള്ള സങ്കല്പം ഉയർത്തിയെടുക്കാൻ കഴിയും. ഈക്വാലിറ്റി എല്ലാവർക്കും വേണം. അതോരോ കുട്ടിയുടെയും മനസ്സിലേക്ക് ഉണ്ടാക്കാൻ കഴിയും. നമ്മളെല്ലാവരും അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ ഒരിക്കൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. തുല്യതയെക്കുറിച്ചുള്ള ഒരു കുട്ടിയുടെ സങ്കല്പമാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളെല്ലാം സ്കൂളുകളിൽ പഠിച്ച ആളുകളാണ്. പഠിക്കാൻ മോശമായിട്ടുള്ള, പഠിക്കാൻ മിടുക്കില്ലാത്ത കുട്ടികളെ അധ്യാപകർ ബാക്ക് ബെഞ്ചിലാണ് ഇരിക്കുന്നത്, അല്ലേ? പുറകിലെ ബെഞ്ചിൽ. ഞാൻ പറയുന്നത് മനസ്സിലായില്ല? പഠിക്കാൻ മിടുക്കില്ലാത്ത കുട്ടികളെ സാധാരണ രീതിയിൽ പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പുറകിലെ ബെഞ്ചിൽ കൊണ്ടുവരും. ഈ പുറകിലെ ബെഞ്ചിൽ ഇരിക്കുന്ന ആളുകൾക്കൊരു ഗുണമുണ്ട്. അവരോട് അധ്യാപകർ ഒന്നും ചോദ്യം ചോദിക്കില്ല. ഒരു ചോദ്യം ചോദിക്കുക, അവർ പുറകിലിരുന്ന് അവർക്ക് ഇഷ്ടം പോലെ അവരുടെ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ 7ാം ക്ലാസ്സാണ്. അപ്പോൾ ഒരു അധ്യാപകൻ വന്നു, ഒരു കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകൻ. അദ്ദേഹം ഒരു ദിവസം ക്ലാസ്സിലേക്ക് വന്ന് പുറകിലെ ബെഞ്ചിലെ കുട്ടികളോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികളെല്ലാം അത്ഭുതത്തോടുകൂടി അധ്യാപകൻ നോക്കി. കാരണം ഇന്ന് വരെ ഒരു അധ്യാപകരും ആ കുട്ടിയോട് ചോദ്യം ചോദിച്ചിട്ടില്ല. അപ്പൊ ഈ അധ്യാപകൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നാണ് കുട്ടികളെ ചിന്തിച്ചത്. അദ്ദേഹം രണ്ടും കൽപ്പിച്ച് പുറകിലെ ബെഞ്ചിൽ കുട്ടികളോട് ചോദ്യം ചോദിക്കാനാണ്. ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒരാടിന് 200 രൂപ, ഒരാടിന് 200 രൂപ. അങ്ങനെയാണെങ്കിൽ 5 ആടിന് എത്ര എന്ന് ചോദിച്ചു. അപ്പോൾ ലാസ്റ്റ് ബെഞ്ചിലെ ഫസ്റ്റ് കുട്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് മാഷോട് പറഞ്ഞു, ഒരു 5000 രൂപ ആണെന്ന്. എത്ര? 5000. ഇരിക്കാൻ പറഞ്ഞു. നെക്സ്റ്റ് അടുത്ത കുട്ടിയോട് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി ഒരു സംശയമില്ലാതെ പറഞ്ഞു 800 രൂപയാണെന്ന് പറഞ്ഞു. 800 രൂപയാണ്. അപ്പം മാഷ്ക്ക് മനസ്സിലായി, ഇനി പുറകിലിരിക്കുന്നവർക്ക് ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരാൾ പറഞ്ഞ എത്രയാണ്? 500, 5000. ഒരാൾ പറഞ്ഞ എത്രയാണ്? 800. അപ്പോൾ പുറകിലെ ബെഞ്ചുകാരോട് നിന്ന് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് വെച്ച് നെക്സ്റ്റ് ബെഞ്ചിലെ കുട്ടിയോട് ചോദ്യം ചോദിക്കാൻ അധ്യാപകൻ തയ്യാറാണ്. അങ്ങനെ ആ നെക്സ്റ്റ് ബെഞ്ചിലെ കുട്ടിയോട് ചോദ്യം ചോദിച്ച സമയത്ത് ലാസ്റ്റ് ബെഞ്ചിലെ 3ാമത്തെ കുട്ടി എഴുന്നേറ്റ് നിന്നും മാഷോട് അങ്ങോട്ടൊരു ചോദ്യം. മാഷേ, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയില്ലേ? ബ്രിട്ടീഷുകാരന് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? അപ്പോൾ മാഷ പറഞ്ഞു കിട്ടി. ആ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം 50 എന്തോ ഒരു സാധനം ഉണ്ടാക്കിയല്ലോ. അംബേദ്കർ എന്ന് പറയുന്ന മനുഷ്യനില്ലാതെ ഒരു സാധനം ഉണ്ടാക്കില്ല, എന്തോ അപ്പോൾ മാഷ് പറയാം ആ ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടനയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ. എന്താണ് ഭരണഘടനയിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം? ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇന്ത്യൻ ജനതയ്ക്ക് ഈക്വാലിറ്റി. സമയം കളയുന്നത് തുല്യത, അല്ലേ? ഈക്വാലിറ്റി, തുല്യത. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമുക്കെല്ലാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പിൽ നമ്മളെല്ലാവരും തുല്യരാണ്. അവിടെ ജാതിയില്ല, മതമില്ല, പ്രദേശമില്ല, കറുത്തവനില്ല, വെളുത്തവനില്ല, പണമുള്ളവനില്ല, പണമില്ലാത്തവനില്ല, എല്ലാവരും
ഈക്വലാണ്, തുല്യരാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുല്യതയല്ലേ, ഈക്വാലിറ്റി അല്ലേ. അപ്പൊ മാഷ് സംബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി ചോദിച്ചു, ആ തുല്യത എന്തുകൊണ്ട് എനിക്ക് നൽകിയില്ല? പുറകിലിരിക്കുന്ന 2 പേർക്ക് നൽകി, എനിക്ക് എന്തുകൊണ്ട് നൽകിയില്ല? പുറകിലിരിക്കുന്ന 2 പേർക്ക് കൊടുത്തു, 3-ാം വ്യക്തി എനിക്ക് തന്നില്ല. അപ്പൊ ആ തുല്യതയ്ക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഈക്വാലിറ്റിക്ക് ഞാൻ അർഹനല്ലേ എന്നുള്ളതാണ് ചോദ്യം മാഷോട്, അല്ലേ? ആരും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നില്ലേ ഞാൻ പറഞ്ഞത്? ഈക്വാലിറ്റിയെ കുറിച്ചുള്ള ചർച്ച. ഏറ്റവും മണ്ടനായ കുട്ടിയാണ്, ഏറ്റവും പുറകിലിരിക്കുന്ന കുട്ടിയാണ്, മണ്ടന്മാരിൽ ലിസ്റ്റിൽപ്പെട്ട കുട്ടിയാണ് അധ്യാപകൻ ചോദിക്കുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ, ഭരണഘടന ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ ഭരണഘടനയിൽ പറയുന്ന തുല്യത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ തുല്യതയ്ക്ക് ഞാൻ അർഹനല്ലേ എന്ന ചോദ്യം ഇന്ത്യൻ ജനത മുഴുവൻ ചോദിക്കേണ്ട സന്ദർഭത്തിലാണ് നമ്മുടെ ഈ സമ്മേളനം ചേരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഇന്ത്യയിൽ തുല്യത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ശക്തിപ്പെടുത്തേണ്ടത്. ആ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അൺടച്ചബിലിറ്റി ഇറാഡിക്കേഷൻ ഫ്രണ്ടിന്റെ പ്രവർത്തനം ഏറ്റവും മാതൃകാപരമാണ്. 1,66,00,000 പരം വരുന്ന ദലിതുകളുടെ മോചനം മാത്രമല്ല, ഇന്ത്യയിലെ 40 കോടിയോളം വരുന്ന ദലിതുകളുടെ മോചനത്തിന് വേണ്ട പോരാട്ടത്തിന് വഴികാട്ടിയായി മാറാൻ വേണ്ടി നമ്മുടെ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരും നിലവാരത്തോടും സമ്മതത്തോടും കൂടി വളരെ സന്തോഷത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ചെറിയ വാക്കിൽ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.